ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് മൈ ഹാപ്പി ഫാമിലി. ഹാപ്പി എന്ന് വെച്ചാൽ എന്താ? സന്തോഷം. ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഞാൻ 9 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ ഐ ആം 9 വയസ്സ്. അപ്പോൾ 9 year old. കുട്ടി എന്ന് വെച്ചാൽ എന്താ? ചൈൽഡ്. അപ്പോൾ നമുക്കിത് എഴുതാം. ഐ ആം 9 year ഓൾഡ് ചൈൽഡ്. ഞാൻ 9 വയസ്സുള്ള കുട്ടിയാണ്. ഐ ആം 9 year old ചൈൽഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താ? ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ, എൻ്റെ, മൈ. കുടുംബം എന്ന് വെച്ചാൽ ഫാമിലി. എൻ്റെ കുടുംബം, മൈ ഫാമിലി. താമസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ലീവ്. അപ്പോൾ നമുക്ക് എഴുതാം. ഐ ലീവ് എന്ന് വെച്ചാൽ താമസിക്കുക. ഐ ലീവ് വിത്ത് ആരോടൊപ്പം? വിത്ത് മൈ ഫാമിലി. എന്ന് വെച്ചാൽ എന്താ? കുടുംബം. ഐ ലീവ് വിത്ത് മൈ ഫാമിലി. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ഐ ലീവ് വിത്ത് മൈ ഫാമിലി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. തേർഡ് പോയിന്റ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ നമുക്കിത് ഞങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെ പറയാം? വി. ഞങ്ങൾ എന്ന് വെച്ചാൽ വി. കുടുംബം, ഫാമിലി. 4 പേർ എന്ന് പറഞ്ഞാൽ എന്താ? 4 members. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. വി ആർ 4 members. 4 പേർ. വി ആർ 4 members ഇൻ അവർ ഫാമിലി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? വി ആർ 4 members ഇൻ അവർ ഫാമിലി. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ ഇവിടെ വി വന്നുകൊണ്ട് നമ്മൾ ആറാണ് യൂസ് ചെയ്തത്. കാര്യം വി എന്ന് പറയുമ്പം ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആർ യൂസ് ചെയ്യും. ഇപ്പം ഹീയോ ഷിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഹീ ഷീ ഒക്കെ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഇവിടെ വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ. അപ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് ആർ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്? ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരുണ്ട്. വി ആർ 4 members ഇൻ അവർ ഫാമിലി. ഫോർത്ത് പോയിന്റ്, എൻ്റെ അച്ഛൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? എൻ്റെ അച്ഛൻ, മൈ ഫാദർ. ജോലി എന്ന് വെച്ചാൽ എന്താ? വർക്ക്. അപ്പം മൈ ഫാദർ വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതി? കാര്യം ഇവിടെ നമ്മൾ സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് എന്താ? ഫാദർ. വെർബ് വർക്കാണ് വെർബ്. സബ്ജക്റ്റാണ് ഫാദർ. ഇവിടെ എസ് എന്ന് എഴുതാം, ഇവിടെ വി എന്ന് എഴുതാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എഴുതേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. അപ്പം നമ്മൾ ഇവിടുത്തെ വെർബിൻ്റെ കൂടെ ഇ എസ് ആഡ് ചെയ്തു. അപ്പം മൈ ഫാദർ വർക്ക്സ് ഇൻ ആൻ ഓഫീസ് നമുക്ക് എഴുതാൻ പറ്റി. അപ്പോൾ എൻ്റെ അച്ഛൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുവാണേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം വെർബിൻ്റെ കൂടെ. അപ്പോൾ മൈ ഫാദർ വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. എൻ്റെ അച്ഛൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഫിഫ്ത്ത് പോയിന്റ്, എൻ്റെ അമ്മ ഞങ്ങളെ നോക്കുന്നു. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മൈ മദർ, എൻ്റെ അമ്മ. മൈ മദർ ടേക്സ് കെയർ ഓഫ് അസ്. അപ്പോൾ മൈ മദർ ടേക്സ് കെയർ ഓഫ് അസ്. എൻ്റെ അമ്മ ഞങ്ങളെ നോക്കുന്നു. മൈ മദർ ടേക്സ് കെയർ ഓഫ് അസ്. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഇത് എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാണ്. വി വെർബ്. ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫോം എഴുതാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. ഈ ഒരു ഫോം യൂസ് ചെയ്ത് നമുക്കിത് എഴുതാം. അപ്പം മൈ മദർ ടേക്സ് കെയർ ഓഫ് അസ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? മദറാണ് സബ്ജക്റ്റ്. ടേക്കാണ് ഇവിടുത്തെ വെർബ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ്. അപ്പോൾ മദറിൻ്റെ കൂടെ ടേക്ക് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ട് ഇത് എഴുതാം. അപ്പം വെർബ് എന്താ? ടേക്ക്. അപ്പോൾ നമ്മളിവിടെ എസ് യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റി. മൈ മദർ ടേക്സ് കെയർ ഓഫ് അസ്. എൻ്റെ അമ്മ ഞങ്ങളെ നോക്കുന്നു. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം.
സിക്സ്ത് പോയിൻറ്റ്, കഴിഞ്ഞ വർഷം എനിക്കൊരു കുഞ്ഞു സഹോദരിയെ ലഭിച്ചു. അപ്പം ഇത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറയണത്, കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാം? കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ലാസ്റ്റ് ഇയർ. കുഞ്ഞു സഹോദരി അല്ലെങ്കിൽ ചെറിയ സഹോദരി നമുക്ക് പറയാം സ്മോൾ. കുഞ്ഞത് ചെറുതെന്നൊക്കെ നമുക്ക് സ്മോൾ എന്ന് പറയാം. സഹോദരി എന്ന് വെച്ചാൽ എന്താ? സിസ്റ്റർ. അപ്പം ലഭിച്ചു, ലഭിക്കുക എന്ന് നമുക്ക് എങ്ങനെയാണ് പറയണത് ഇംഗ്ലീഷിൽ? ഗെറ്റ്. അപ്പം ഇത് ലഭിച്ചു. അപ്പം ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ വർഷം. ലാസ്റ്റ് ഇയർ ഐ ഗോട്ട്, എനിക്ക് ലഭിച്ചു. ഐ ഗോട്ട് എ സ്മോൾ സിസ്റ്റർ. ചെറിയ കുഞ്ഞു സഹോദരി, ഒരു കുഞ്ഞു സഹോദരിയെ ലഭിച്ചു. ലാസ്റ്റ് ഇയർ ഐ ഗോട്ട് എ സ്മോൾ സിസ്റ്റർ. അപ്പം നമുക്ക് ഇത് എങ്ങനെ എഴുതി നമുക്ക് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പത്തെ പഠിച്ചായിരുന്നില്ല, സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ, അതുപോലെ ഇതും സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. അപ്പോൾ വെർബ് പ്ലസ് പാസ്റ്റ് ഫോം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഞാൻ പാസ്റ്റ് ഫോം എന്ന് എഴുതാം. പാസ്റ്റ് ഫോം. അപ്പോൾ ഇങ്ങനെയാണ് സബ്ജക്റ്റിൻ്റെ കൂടെ. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഐ ആണ് സബ്ജക്റ്റ്. അപ്പം വെർബ് എന്താ? ഗെറ്റ് ആയിരുന്നു വെർബ്. അപ്പോൾ ഗെറ്റിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി, ഗോട്ടാക്കി. അപ്പം ഐ ഗോട്ടായി. ലാസ്റ്റ് ഇയർ ഐ ഗോട്ട് എ സ്മോൾ സിസ്റ്റർ. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ ഫോം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ്, പാസ്റ്റ് ഫോം, വെർബിൻ്റെ പാസ്റ്റ് ഫോം. അപ്പോൾ സബ്ജക്റ്റ് എന്താ? ഐ. വെർബ് ഗെറ്റ് ആയിരുന്നു വെർബ്, അത് ഗോട്ടായി, വെർബിൻ്റെ പാസ്റ്റ് ഫോം ആയപ്പം. അപ്പോൾ ലാസ്റ്റ് ഇയർ ഐ ഗോട്ട് എ സ്മോൾ സിസ്റ്റർ. ഇതാണ് 6th പോയിൻറ്റ്. അപ്പോൾ എങ്ങനെയാണ്? കഴിഞ്ഞ വർഷം എനിക്കൊരു കുഞ്ഞു സഹോദരിയെ ലഭിച്ചു. ലാസ്റ്റ് ഇയർ ഐ ഗോട്ട് എ സ്മോൾ സിസ്റ്റർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 7th പോയിൻറ്റ്, അവൾ വളരെ സുന്ദരിയാണ്. ഇത് ഒരു പ്രസൻറ്റ് ടൈം സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പറയാം? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. വളരെ, വെരി. സുന്ദരി എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവൾ വളരെ സുന്ദരിയാണ്. ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 8th പോയിൻറ്റ്, അവൾ ജനിച്ചതിന് ശേഷം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അപ്പം ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും കൂടെ ചേർന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. ജനിക്കുക എന്ന് വെച്ചാൽ ബോൺ. ശേഷം ആഫ്റ്റർ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വി. വളരെ, വെരി. സന്തോഷം, ഹാപ്പി. അപ്പം അവൾ ജനിച്ചതിന് ശേഷം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വി ആർ വെരി ഹാപ്പി ആഫ്റ്റർ ഷീ വാസ് ബോൺ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 സെൻറ്റൻസും കൂടെ ഉള്ളതാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇപ്പോൾ വി ആർ വെരി ഹാപ്പി ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ആഫ്റ്റർ ഷീ വാസ് ബോൺ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ നോക്കാം ഏതൊക്കെയാണ് സബ്ജക്റ്റും വെർബും. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്, വെർബ് എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പം നമ്മളിവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. വി ആർ വെരി ഹാപ്പി. കാര്യം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്ത് എഴുതി. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള സെൻറ്റൻസ് ആണല്ലോ ആഫ്റ്റർ ഷീ വാസ് ബോൺ. ആഫ്റ്റർ ഷീ വാസ് ബോൺ. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് ഫോം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഞാനിവിടെ എസ് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതിയതാണ്. അപ്പോൾ വാസ് ആണ് വെർബ്. അപ്പം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഇത് ഷീ വാസ് ബോൺ. ഇവിടെ എന്താ വാസ് ആയത്? ഈസിൻ്റെ പാസ്റ്റ് ഫോം വാസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷീ വാസ് ബോൺ. അപ്പോൾ അങ്ങനെ ഇത് മിക്സ് ചെയ്ത് 2 സെൻറ്റൻസുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു സെൻറ്റൻസ് ആണ്. കാര്യം രണ്ട് സെൻറ്റൻസ് ഒന്നിച്ച് വന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ? അവൾ ജനിച്ചതിന് ശേഷം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. വി ആർ വെരി ഹാപ്പി ആഫ്റ്റർ ഷീ വാസ് ബോൺ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. 9th പോയിൻറ്റ്, ഇപ്പോൾ അവൾക്ക് 7 മാസമായി. ഇപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്, നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. അവൾ എന്ന് വെച്ചാൽ ഷീ.
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Now she is 7. Now she is 7 months. നിങ്ങൾക്ക് കാണാൻ വയ്യെന്ന് തോന്നുന്നു. Now she is 7 months old. ഇപ്പോൾ അവൾക്ക് 7 മാസമായി. Now she is 7 months old. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയത്? ഇവിടെ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്താ? ഷീ ആണ്. ഈസ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്താണ് എഴുതിയത്. കാര്യം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ്? നൗ ഷീ ഈസ് 7 months old. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 10th പോയിന്റ്, അവൾ അവളുടെ കളിപ്പാട്ടങ്ങളുമായി കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവൾ കളിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. അവളുടെ ഹർ. കളിപ്പാട്ടങ്ങൾ ടോയ്സ്. കളിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്ലേ. അപ്പം അവൾ അവളുടെ കളിപ്പാട്ടങ്ങളുമായി കളിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഷീ ഈസ് പ്ലേയിങ് വിത്ത് ഹർ ടോയ്സ്. ഷീ ഈസ് പ്ലേയിങ് വിത്ത് ഹർ ടോയ്സ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയത്? ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് വരുമ്പം നമുക്ക് ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? ഷീ. ഷീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത്. ഇപ്പം സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് യുവോ അല്ലെങ്കിൽ യു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഈസ് വരില്ല. കാര്യം യു ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇത് ഷീ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത്. അപ്പോൾ യു ആണെങ്കിൽ നമുക്കിവിടെ ആർ എഴുതാം. യു ആർ പ്ലേയിങ്. പിന്നെ യു അല്ലെങ്കിൽ ഹീ ആണെങ്കിൽ ഇവിടെ ഈസ് വരും. അപ്പം ഇവിടെ ഷീ ആയതുകൊണ്ട് സബ്ജക്റ്റ് നമ്മളിവിടെ ഈസ് എഴുതി. സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ്. ഇവിടെ വെർബ് ഏതാ? വെർബ് എന്ന് പറഞ്ഞാൽ പ്ലേ ആണ് വെർബ്. അപ്പോൾ വെർബിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തു. അപ്പോൾ ഷീ ഈസ് പ്ലേയിങ് വിത്ത് ഹർ ടോയ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എന്താ? സബ്ജക്റ്റിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്യണമെന്ന്. അപ്പം ഇപ്പോൾ ആം എപ്പോഴും യൂസ് ചെയ്യണം? ഐ ആയിരുന്നെങ്കിൽ ഇവിടെ ആയിരുന്നെങ്കിൽ സബ്ജക്റ്റ് നമുക്ക് ആം യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പം ഈസ് ആം ആർ. ഇപ്പോൾ ആയിരുന്നെങ്കിലോ ഇപ്പം ഇവിടെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ യു ദേ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. ഷീ ഹീ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസ് യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഷീ ഈസ് പ്ലേയിങ് വിത്ത് ഹർ ടോയ്സ്. അവൾ അവളുടെ കളിപ്പാട്ടങ്ങളുമായി കളിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ സഹായിക്കുന്നു. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. എപ്പോഴും ഓൾവേസ്. എൻ്റെ അമ്മ മൈ മദർ. സഹായിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹെൽപ്പ്. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ സഹായിക്കുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? ഐ ഓൾവേസ് എന്ന് വെച്ചാൽ എപ്പോഴും. ഐ ഓൾവേസ് ഹെൽപ്പ് എന്ന് വെച്ചാൽ എന്താ? സഹായം. ഐ ഓൾവേസ് ഹെൽപ്പ് മൈ മദർ. ഐ ഓൾവേസ് ഹെൽപ്പ് മൈ മദർ. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ സഹായിക്കുന്നു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതിയത്? നമ്മളിവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഐ ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് ഹെൽപ്പ്. അപ്പോൾ ഐ ഓൾവേസ് ഹെൽപ്പ് മൈ മദർ. അപ്പം ഇവിടെ ഈ ഓൾവേസ് എന്നുള്ളത് ഒരു ഹാബിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുവാണ്. നമ്മൾ എന്നും ചെയ്യണ ഒരു കാര്യമാണ്, എന്നും അമ്മയെ സഹായിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതൊരു ഹാബിറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ഓൾവേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഐ ഓൾവേസ് ഹെൽപ്പ് മൈ മദർ. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ സഹായിക്കുന്നു. അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ്, ഹെൽപ്പാണ് വെർബ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എൻ്റെ അച്ഛൻ ഇപ്പോൾ കഠിനമായി ജോലി ചെയ്യുന്നു. അപ്പം ഇതും ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാര്യം ഇപ്പോൾ, എൻ്റെ അച്ഛൻ ഇപ്പോൾ കഠിനമായി ജോലി ചെയ്യുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം എൻ്റെ അച്ഛൻ നമുക്ക് എങ്ങനെ എഴുതാം? മൈ ഫാദർ. ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ.
കഠിനമായി ജോലി. കഠിനം എന്ന് പറഞ്ഞാൽ എന്താ? കഠിനമായി ഹാർഡ്. ജോലി എന്ന് വെച്ചാൽ വർക്ക്. അപ്പം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മൈ ഫാദർ, എൻ്റെ അച്ഛൻ, മൈ ഫാദർ ഈസ് വർക്കിംഗ്. വർക്ക് എന്ന് വെച്ചാൽ എന്താ? ജോലി. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഹാർഡ് എന്ന് വെച്ചാൽ കഠിനമായി. നൗ, ഇപ്പോൾ. മൈ ഫാദർ ഈസ് വർക്കിംഗ് ഹാർഡ് നൗ. എൻ്റെ അച്ഛൻ ഇപ്പോൾ കഠിനമായി ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതിയത്? ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ing ഫോം യൂസ് ചെയ്യുന്ന എഴുതി. ഇവിടെ ഞാൻ നിങ്ങളെ റബ്ബ് ചെയ്തിട്ട് എഴുതാം, മായ്ച്ചിട്ട് എഴുതി. സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ing ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ഫാദർ. അപ്പോൾ ഫാദറിൻ്റെ കൂടെ സബ്ജക്റ്റ്, ഫാദർ ആകുമ്പോൾ സബ്ജക്റ്റ് ഫാദറാണ്. അപ്പം പ്ലസ് ഈസ്, അതിൻ്റെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്തു. ഫാദറിൻ്റെ കൂടെ ഈസ് യൂസ് ചെയ്തും ഫാദർ ഈസ്, മൈ ഫാദർ ഈസ്. വെർബ് എന്താ? വർക്ക്. വർക്കാണ് വെർബ്. അപ്പോൾ വെർബിൻ്റെ കൂടെ പ്ലസ് ing യൂസ് ചെയ്തു. അപ്പം വർക്കിംഗ് ആയി. അപ്പം മൈ ഫാദർ ഈസ് വർക്കിംഗ് ഹാർഡ് നൗ. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക സബ്ജക്റ്റ് എന്താണെന്ന്. അപ്പോൾ സബ്ജക്റ്റ് ഇവിടെ ഫാദർ ആയതുകൊണ്ട് ഇവിടെ ഈസ് നമ്മൾ എഴുതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു യു, ദേ ഒക്കെ ഉള്ളിടത്ത് നമുക്ക് ഇവിടെ ആർ എഴുതാം. ഇപ്പോൾ ഐ ആണെങ്കിൽ ആം എഴുതാം. പിന്നെന്താ, പിന്നെ ഹീ, ഷീ ആണെങ്കിൽ ഈസ് എഴുതാം. അപ്പം അത് ഓർത്ത് വെച്ചേക്കോ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പം ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണോ, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ എന്നൊക്കെ നമുക്ക് ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ഫോം യൂസ് നമ്മൾ ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 13 പോയിൻ്റ്, ഇന്നലെ ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പം കളിച്ചു. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നലെ എന്ന് വെച്ചാൽ എന്താ? യെസ്റ്റർഡേ. ഞാൻ ഐ. എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ മൈ സിസ്റ്റർ. സഹോദരി സിസ്റ്റർ. കളിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഇന്നലെ ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പം കളിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇന്നലെ എന്ന് വെച്ചാൽ എന്താ? യെസ്റ്റർഡേ. അപ്പം യെസ്റ്റർഡേ ഐ. കളിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്ലേ. അപ്പം ഇവിടെ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഞാനിതിനെ പ്ലേൻ്റെ പാസ്റ്റ് ഫോം പ്ലേഡ് എന്ന് എഴുതും. യെസ്റ്റർഡേ ഐ പ്ലേഡ്. ആരോടൊപ്പം? വിത്ത് മൈ സിസ്റ്റർ. എൻ്റെ സഹോദരിയോടൊപ്പം. അപ്പോൾ യെസ്റ്റർഡേ ഐ പ്ലേഡ് വിത്ത് മൈ സിസ്റ്റർ. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ നമ്മൾ എഴുതി. അപ്പോൾ ഇതെങ്ങനെ എഴുതിയേ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുമ്പം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. കാര്യം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഐ ആണ്. അപ്പം ഇവിടുത്തെ വെർബ് പ്ലേ. അപ്പം നമ്മൾ പ്ലേയുടെ പാസ്റ്റ് ഫോം എന്താ? പ്ലേഡ് ആക്കി. അതുപോലെ അതാണ് ഇവിടെ പറഞ്ഞേക്കണേ, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ യെസ്റ്റർഡേ ഐ പ്ലേഡ് വിത്ത് മൈ സിസ്റ്റർ. ഇന്നലെ ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പം കളിച്ചു. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, അവൾ സന്തോഷത്തോടെ ചിരിച്ചു. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ ഷീ. സന്തോഷം ഹാപ്പി. ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്മൈൽ. അപ്പം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ സ്മൈൽഡ്. ഇവിടെ എന്താ നമ്മൾ സ്മൈലിൻ്റെ പാസ്റ്റ് ഫോം എഴുതിയ കാര്യം, ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട്. ഷീ സ്മൈൽഡ് ഹാപ്പിലി. അവൾ സന്തോഷത്തോടെ ചിരിച്ചു. ഷീ സ്മൈൽഡ് ഹാപ്പിലി. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, അപ്പോൾ സ്മൈലായിരുന്നു. ആ സ്മൈലിൻ്റെ പാസ്റ്റ് ഫോം സ്മൈൽഡായി. അപ്പം നമ്മൾ
സ്മൈൽഡ് പാസ്റ്റ് ഫോം സ്മൈൽഡ് ആക്കിയിട്ട് നമ്മൾ എഴുതി ഷീ സ്മൈൽഡ് ഹാപ്പിലി. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. എപ്പോഴും ഓർത്തിരിക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുമ്പം ഈ ഒരു ഫോം ഓർത്ത് വെച്ചേക്കുക. അപ്പം അവൾ സന്തോഷത്തോടെ ചിരിച്ചു, ഷീ സ്മൈൽഡ് ഹാപ്പിലി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, നാളെ ഞങ്ങൾ പാർക്കിൽ പോകും. അപ്പം ഇത് പോകും, അപ്പോൾ ഇത് പിന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കെങ്ങനെ എഴുതാം? നാളെ, നാളെ എന്ന് പറഞ്ഞാൽ എന്താ? ടുമോറോ. ഞങ്ങൾ, ഞങ്ങൾ എന്ന് വെച്ചാൽ വി. പാർക്കിൽ പോകും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ടുമോറോ വിൽ ഗോ. ടുമോറോ ഞങ്ങൾ, ടുമോറോ വി വിൽ ഗോ. അപ്പോൾ എന്താ ഇവിടെ ഇവിടെ വില്ല് വരാൻ കാരണം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് വില്ല് വരുന്നത്. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നാളെ ഞങ്ങൾ പാർക്കിൽ പോകും. വി എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ. വി വിൽ ഗോ ടു ദ പാർക്ക് ടുമോറോ. ടുമോറോ എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ നാളെ ഞങ്ങൾ പാർക്കിൽ പോകും. വി വിൽ ഗോ. അപ്പോൾ പോകും, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വിൽ ഗോ ടു ദ പാർക്ക് ടുമോറോ. അപ്പോൾ ഇങ്ങനെ നാളെ ഞങ്ങൾ പാർക്കിൽ പോകും. വി വിൽ ഗോ ടു ദ പാർക്ക് ടുമോറോ. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്. വെർബ് എന്ന് പറഞ്ഞാൽ വിൽ ഗോ. അപ്പോൾ വി വിൽ ഗോ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന് ആദ്യം തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ എൻ്റെ സഹോദരിയെ നോക്കും. അപ്പോൾ നോക്കും പിന്നീടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഞാൻ എന്ന് വെച്ചാൽ ഐ. എൻ്റെ സഹോദരി മൈ സിസ്റ്റർ. നോക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ടേക്ക് കെയർ ഓഫ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഇതിലെ ഒരു വേർഡ് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയെ നോക്കും, നമുക്ക് എങ്ങനെ എഴുതാം? ഐ വിൽ. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിൽ യൂസ് ചെയ്തത്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ സിസ്റ്റർ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ സിസ്റ്റർ. ഞാൻ എൻ്റെ സഹോദരിയെ നോക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതിയേ? ഇവിടെ സെയിം സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഐ. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ വിൽ ടേക്ക് ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ സെൻറ്റൻസ് നമ്മൾ പഠിച്ചായിരുന്നു, അവിടെ വിൽ ഗോ ആയിരുന്നു അവിടുത്തെ വെർബ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആകുമ്പം നമുക്ക് സബ്ജക്റ്റ് വരും. സബ്ജക്റ്റ് നോക്കണം ഐ. അപ്പോൾ വെർബ് എന്ന് പറയുമ്പം ഇവിടെ വിൽ ടേക്ക് കെയർ ഓഫ് മൈ സിസ്റ്റർ. അപ്പോൾ എന്താ? ഞാൻ എൻ്റെ സഹോദരിയെ നോക്കും. ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ സിസ്റ്റർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, എൻ്റെ അമ്മ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ ഇതും പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എൻ്റെ അമ്മ മൈ മദർ രുചിയുള്ള എന്ന് പറഞ്ഞാൽ എന്താ? ടേസ്റ്റി. ഭക്ഷണം ഫുഡ്. ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എന്താ? കുക്കിംഗ് ചെയ്യുക എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ എൻ്റെ അമ്മ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൈ മദർ എൻ്റെ അമ്മ. മൈ മദർ വിൽ കുക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മൈ മദർ വിൽ കുക്ക് ടേസ്റ്റി. രുചിയുള്ള ഭക്ഷണം, ടേസ്റ്റി ഫുഡ്. മൈ മദർ വിൽ കുക്ക് ടേസ്റ്റി ഫുഡ്. എൻ്റെ അമ്മ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ എങ്ങനെ എഴുതിയത്? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? മദറാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ വെർബ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ വിൽ കുക്കാണ് വെർബ്. അപ്പം മദർ സബ്ജക്റ്റും വെർബ് വിൽ കുക്ക്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ എൻ്റെ അമ്മ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കും. മൈ മദർ വിൽ കുക്ക് ടേസ്റ്റി ഫുഡ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എൻ്റെ അച്ഛൻ എനിക്കും എൻ്റെ സഹോദരിക്കും കളിപ്പാട്ടങ്ങൾ വാങ്ങി. അപ്പം എൻ്റെ അച്ഛൻ. അപ്പോൾ വാങ്ങി എന്ന് പറയുമ്പം പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. വാങ്ങിച്ചു കഴിഞ്ഞ കാര്യമാണ് വാങ്ങി. അപ്പോൾ നമുക്കിത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതാം. അപ്പോൾ എൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ മൈ ഫാദർ. എനിക്കും എൻ്റെ സഹോദരിക്കും.
എനിക്കും എന്ന് വെച്ചാൽ എന്താ, ഫോർ മീ ആൻഡ് മൈ സിസ്റ്റർ. അപ്പം കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ടോയ്സ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതുന്നത്, എങ്ങനെ നോക്കാം. മൈ ഫാദർ, എൻ്റെ അച്ഛൻ, ബ്രോട്ട് ടോയ്സ് ഫോർ മീ ആൻഡ് മൈ സിസ്റ്റർ. അപ്പം മൈ ഫാദർ ബ്രോട്ട്, ഇതൊരു പാസ്റ്റ് ഫോമിലാക്കിയാണ് എഴുതിയിരിക്കുന്നത്. ബ്രോട്ട് ടോയ്സ് ഫോർ മീ ആൻഡ് മൈ സിസ്റ്റർ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലസ് വെർബ് നമ്മൾ ചെക്ക് ചെയ്യണം. സബ്ജക്റ്റ് എന്താ, ഫാദർ, അല്ലെങ്കിൽ മൈ ഫാദറാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ്. കാര്യം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടെ വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. അപ്പം ഇവിടുത്തെ വെർബിൻ്റെ പാസ്റ്റ് ഫോം എന്താ, ബ്രിങ്. അപ്പോൾ ബ്രിങ്ങിനെ ഇവിടെ ബ്രോട്ടാക്കി. ബ്രിങ്ങിന് ഞാൻ ചെറുതായിട്ട് എഴുതിയേക്കാം. ഈ ബ്രിങ്ങിനെ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബിൽ ആക്കിയപ്പോൾ ബ്രോട്ടായി. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബിനെ യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം പിന്നെന്താ, അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ് ഫാദർ. അപ്പോൾ പിന്നെ വെർബിന് ഇങ്ങനെയാണ് ബ്രോട്ടായി. കാര്യം ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ഫോമാണ് ബ്രോട്ട്. അപ്പം നമ്മളിത് ഓർത്ത് വെച്ചേക്കുക. എൻ്റെ അച്ഛൻ എനിക്കും എൻ്റെ സഹോദരിക്കും കളിപ്പാട്ടങ്ങൾ വാങ്ങി. മൈ ഫാദർ ബ്രോട്ട് ടോയ്സ് ഫോർ മീ ആൻഡ് മൈ സിസ്റ്റർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, ഞങ്ങൾ പല സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിച്ചു. വി എൻജോയ് മെനി ഹാപ്പി മൊമെൻറ്റ്സ്. അപ്പം ഞങ്ങൾ എന്ന് വെച്ചാൽ എന്താ, വി, പല, മെനി, സന്തോഷകരമായ, ഹാപ്പി, നിമിഷങ്ങൾ എന്ന് വെച്ചാൽ എന്താ, മൊമെൻറ്റ്സ്. അപ്പോൾ വി എൻജോയ്ഡ് മെനി ഹാപ്പി മൊമെൻറ്റ്സ്. ഞങ്ങൾ പല സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിച്ചു. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതിയേ, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, പാസ്റ്റ് ഫോം വെർബിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് എഴുതിയത്. ഇവിടെ സബ്ജക്റ്റ് എന്താ, വി ആണ് സബ്ജക്റ്റ്. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണല്ലോ. അപ്പം ഇവിടെ വെർബ് എന്താ, എൻജോയ് ആണ് വെർബ്. അപ്പോൾ എൻജോയുടെ പാസ്റ്റ് ഫോം എൻജോയ്ഡായി, ED യൂസ് ചെയ്തു. അപ്പോൾ വി എൻജോയ്ഡ് മെനി ഹാപ്പി മൊമെൻറ്റ്സ്. അപ്പം ഇവിടെ വി മനസ്സിലായല്ലോ. വി എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റാണ്, പക്ഷേ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്, സിംഗുലാർ സബ്ജക്റ്റ് അല്ല, പ്ലൂറലാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പം സിംഗുലാർ എന്ന് പറയുമ്പോൾ ഹീ, ഷീ, ഇറ്റൊക്കെ സിംഗുലാർ വരും. പ്ലൂറൽ അറിയാമല്ലോ, വി, ദേ, ഇതൊക്കെ പ്ലൂറൽ ഫോംസ് ആണ്. അപ്പോൾ ഇത് നമ്മളൊക്കെ എങ്ങനെ എഴുതി, വി എൻജോയ്ഡ് മെനി ഹാപ്പി മൊമെൻറ്റ്സ്. ഞങ്ങൾ പല സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിച്ചു. അപ്പോൾ ഇതാണ് 19th പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റാണ് വി. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, എൻജോയുടെ പാസ്റ്റ് ഫോം എൻജോയ്ഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, ഞങ്ങളുടെ കുടുംബം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണ്, പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഞങ്ങളുടെ കുടുംബം, മൈ ഫാമിലി, എപ്പോഴും, ഓൾവേസ്. സന്തോഷം എന്ന് വെച്ചാൽ എന്താ, ഹാപ്പി. അപ്പം സന്തോഷത്തോടെ ഇരിക്കും, ഹാപ്പി, സ്റ്റേ ഹാപ്പി. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം, അവർ ഫാമിലി വിൽ ഓൾവേസ് സ്റ്റേ ഹാപ്പി. അപ്പം അവർ ഫാമിലി, ഞങ്ങളുടെ കുടുംബം, വിൽ ഓൾവേസ് സ്റ്റേ ഹാപ്പി. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതി, സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ് ഫാമിലി പ്ലസ് വെർബ് എന്ന് പറയുമ്പോൾ എന്താ, വിൽ സ്റ്റേ. അപ്പം ഇവിടെ ഇതാണ് വിൽ സ്റ്റേ ആണ് വെർബ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഓൾവേസ് വന്നത് ഒരു റുട്ടീൻ കാര്യം, ഒരു ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾവേസ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പം ഇങ്ങനെയാണ്, അപ്പം ഞങ്ങളുടെ കുടുംബം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, അവർ ഫാമിലി വിൽ ഓൾവേസ് സ്റ്റേ ഹാപ്പി. അപ്പം നമ്മൾ ഈ ഫോം ഓർത്ത് വെച്ചേക്കുക, ഫാമിലി പ്ലസ് വിൽ സ്റ്റേ. ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് വിൽ സ്റ്റേ എന്ന് പറയുമ്പോൾ എന്താ, സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു, ഞങ്ങളുടെ കുടുംബം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, അവർ ഫാമിലി വിൽ ഓൾവേസ് സ്റ്റേ ഹാപ്പി. അപ്പം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ബൈ ഫ്രണ്ട്സ്.